നമസ്തേ. ഏവർക്കും ശ്രീവിനായക ജ്യോതിഷ വാസ്തു വിദ്യാപീഠത്തിന്റെ ജ്യോതിഷാലയത്തിന്റെ ജ്യോതിഷ അറിവുകളിലേക്ക്, ജ്യോതിഷ പ്രഭാഷണങ്ങളിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പ്രധാനമായിട്ട് നോക്കുന്നത് വ്യാഴഗ്രഹത്തിന്റെ ജ്യോതിഷത്തിൽ നവഗ്രഹങ്ങളിൽ വ്യാഴത്തിന്റെ ഈ വർഷത്തെ രാശിമാറ്റത്തെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് പ്രതിപാദിക്കാൻ പോകുന്നത്. വ്യാഴം അഥവാ ഗുരു, ഈ ഗ്രഹം ജൂൺ 1 രാത്രി, അതായത് പുലർച്ചെ, മിഥുനൻ രാശിയിൽ നിന്നും കർക്കിടകൻ രാശിയിലേക്കാണ് പ്രവേശിക്കുന്നത്, അതായത് രാശിമാറ്റം നടത്തുന്നത്. ശരാശരി ഒരു കൊല്ലക്കാലമാണ് വ്യാഴം ഒരു രാശിയിൽ സഞ്ചരിക്കുന്നത്. അടുത്ത വർഷം 2027 ജൂൺ ഒടുവിൽ വരെ ഇടയ്ക്ക് 4 മാസക്കാലം വക്ര സഞ്ചാരമുണ്ടെങ്കിലും വ്യാഴദേവൻ കർക്കിടകത്തിൽ തന്നെ തുടരും. ഗ്രഹങ്ങൾക്ക് ഉച്ചരാശിയുണ്ട്. വ്യാഴത്തിന്റെ ഉച്ചരാശിയാണ് കർക്കിടകം. അതുപോലെ തന്നെ നീചരാശിയാണ് മകരം. ഒരു ഗ്രഹം ഏറ്റവും ബലശാലിയാവുന്നത് ഉച്ചരാശിയിൽ അഥവാ ഉച്ചക്ഷേത്രത്തിൽ സഞ്ചരിക്കുമ്പോഴാണ്. ഫലം തരുന്ന കാര്യത്തിലും അപ്പോൾ ഗ്രഹം ഉദാരമതിയാകുമെന്നാണ് ജ്യോതിഷമതം. വ്യാഴത്തെ ഗ്രഹങ്ങളുടെ ഗുരുനാഥനായും മന്ത്രിയായും സങ്കല്പിക്കുന്നു. സർവേശ്വരകാരകനായിട്ടാണ് വ്യാഴത്തെ ജ്യോതിഷത്തിൽ അവതരിപ്പിച്ചിരിക്കുന്നത്. സാത്വിക ഗുണത്തിന്റെ മൂർത്തിമത് ഭാവം എന്നാണ് ഈ ഗ്രഹത്തെക്കുറിച്ചുള്ള വിശ്വാസം. ഗ്രഹനിലയിൽ വ്യാഴം അനുകൂലനാണെങ്കിൽ ജീവിത വിജയം സുനിശ്ചിതമാണെന്നാണ് ജ്യോതിഷത്തിന്റെ ആചാര്യനായ വരാഹമിഹിരൻ ഹോരയിൽ പറഞ്ഞിട്ടുള്ളത്. ചാരവശാൽ ജന്മരാശിയുടെ അഥവാ ജനിച്ച കൂറിന്റെ 2, 5, 7, 9, 11 എന്നീ രാശികളിൽ സഞ്ചരിക്കുമ്പോഴാണ് വ്യാഴം ഏറ്റവും നല്ല അഭീഷ്ടഫലദായകനാവുന്നത്. പക്ഷേ വ്യാഴത്തിന്റെ നേട്ടം, നക്ഷത്രം, കൂറ് മുതലായവയുടെ ആധിപത്യം, ദശാധിപത്യം എന്നിവയും പരിഗണിക്കേണ്ടതായിട്ടുണ്ട്. മേടക്കൂറ് മുതൽ മീനക്കൂറ് വരെ 12 കൂറുകളിൽ ജനിച്ചവർക്ക് വ്യാഴത്തിന്റെ രാശിമാറ്റം കൊണ്ടുള്ള വിശദമായ ഫലം ഈ 2026-2027 കാലഘട്ടത്തിലെ വിശദമായ ഫലം നമുക്കൊന്ന് നോക്കാം. മേടക്കൂറുകാരെന്ന് വെച്ച് കഴിഞ്ഞാൽ അശ്വതി, ഭരണി, കാർത്തിക 1-ാം പാദം, ബാക്കി 3 പാദം ഇടവൻ രാശിയിലാണ്, ഇടവക്കൂറിലാണ്. വ്യാഴം 3-ാമിടത്തായിരുന്നു കഴിഞ്ഞ ഒരു വർഷമായിട്ട്, ഇപ്പോൾ 4-ാമിടത്തേക്കായിട്ട് മാറുന്നു. പൂർണ്ണമായും ഗുണാനുഭവങ്ങളാണ് ഉണ്ടാകുമെന്ന് പറയാൻ കഴിയില്ല. എന്നാലും കാര്യങ്ങൾ കുറച്ചൊക്കെ പോസിറ്റീവാകും. മനക്ലേശം കുറയാം. തൊഴിലിടത്തിൽ സമ്മർദ്ദങ്ങൾ ഉണ്ടാവില്ല. തൊഴിൽ തേടുന്നവർക്ക് സ്വന്തമായി വരുമാന മാർഗം കണ്ടെത്താനാവും. ജീവിതത്തിന്റെ അസന്തുലിതത്തിന് മാറ്റം വരുത്തുന്നതാണ്. കുടുംബ ബന്ധങ്ങൾ ഊഷ്മളമാകും. അന്യദേശത്ത് പഠനമോ തൊഴിലോ സാധ്യമാകും. വീടുപണി പൂർത്തിയാവും. ഫ്ളാറ്റുകൾ വാങ്ങാൻ കഴിഞ്ഞേക്കാം. കടബാധ്യത കുറയുന്നതാണ്. നിക്ഷേപങ്ങൾ വളരും. പ്രണയബന്ധമുള്ളവർക്ക് വിവാഹത്തിലേക്ക് നയിക്കാനുള്ള കാലഘട്ടം കൂടിയാണ് ഇത്. ഇടവക്കൂറുകാർ, അതായത് കാർത്തിക, മുക്കാൽ, രോഹിണി, മകയിരം, തര, മകയിരം 1-2 പാദങ്ങൾ ഉള്ളവർക്ക് ജനിച്ചവർക്ക് അവർ ഇടവക്കൂറുകാരാണ്. ഗുണപ്രദമായ 2-ാം ഭാവത്തിൽ നിന്നും 3-ാം ഭാവത്തിലേക്കാണ് വ്യാഴം മാറുന്നത്. സഹോദരങ്ങളിൽ നിന്നും തനിക്കും തിരികെയും ഗുണമുണ്ടാവും. ആവശ്യപ്പെടാതെ തന്നെ സഹായിക്കാൻ പലരും മുന്നോട്ട് വരും. സഹപ്രവർത്തകരുടെ പിന്തുണ എപ്പോഴും ഉണ്ടാകും. പ്രതിസന്ധികളിൽ നല്ല തീരുമാനമെടുക്കാൻ സാഹചര്യമൊരുങ്ങും. മാതാപിതാക്കൾക്ക് തൊഴിൽ വളർച്ച, ആരോഗ്യ സൗഖ്യം എന്നിവ പ്രതീക്ഷിക്കാം. പൊതുവെ ഭാഗ്യാനുഭവങ്ങളുള്ള കാലമാകും. ഏറെക്കാലമായി സ്വപ്നം കാണുന്ന തീർത്ഥാടനത്തിന് അവസരം കിട്ടുന്നതാണ്. ധനപരമായി കൂടുതൽ കരുതൽ വേണ്ടതാണ്. വ്യാപാരത്തിൽ കൂടുതൽ മുതൽ മുടക്ക് ബുദ്ധിപൂർവമായി ചെയ്യേണ്ടത്. ഇനി നമ്മൾ മിഥുനക്കൂറുകാരിലേക്ക് ചെന്നാൽ അവിടെ മകയിരത്തിന്റെ 3-4 പാദങ്ങൾ, തിരുവാതിര, പുണർദം 1, 2, 3 പാദങ്ങൾ എന്നിവരാണ് മിഥുനക്കൂറുകാര്. ജന്മത്തിലായിരുന്നു ഈ പ്രാവശ്യം വ്യാഴമുണ്ടായിരുന്നത്. അനിഷ്ടസ്ഥിതി മാറി വ്യാഴം അനുകൂല ഭാവമായ 2-ാമിടത്തിലേക്ക് മാറുന്നു. പ്രയത്നങ്ങൾക്ക് വേഗം ഫലസിദ്ധി കൈവരുന്നതാണ്. ഔദ്യോഗിക രംഗത്ത് ഉദ്വേഗവും പിരിമുറുക്കവും കുറയും. കാര്യങ്ങൾ സുഗമഗതിയിലാകും. സംരംഭങ്ങൾ സാക്ഷാത്കരിക്കാൻ കഴിയുന്നതാണ്. ഉന്നതരുടെ ഒത്താശ ലഭിക്കും. പഠനത്തിൽ മികവുണ്ടാകും. അർഹതയുള്ളവർക്ക് അവസരങ്ങൾ കൈവരുന്നതാണ്. ധനപരമായ ഉയർച്ച പ്രതീക്ഷിക്കാം. വാക്കുകൾ ശ്രദ്ധിക്കപ്പെടും. കലാപ്രവർത്തനം ഉന്നതിയിലും എത്തും. ഇനി നമ്മൾ കർക്കിടകൂറുകാരിലേക്ക് ചെന്നാൽ അവിടെ പുണർദം 4-ാം പാദം, പൂയം, ആയില്യം നക്ഷത്രക്കാരാണുള്ളത്. 12-ൽ നിന്നും ജന്മരാശിയിലേക്ക് പകരുകയാണ് വ്യാഴം ഈ വർഷം, ഈ ജൂൺ 1-ാം തീയതി. ജന്മഗുരു ദോഷപ്രദമാണെന്ന നിയമങ്ങളിലുണ്ട്. എന്നാൽ ഉച്ചരാശിയാകിയാൽ ദോഷം പരിമിതമാകും. സാമാന്യമായ ഗുണവും പ്രതീക്ഷിക്കാം. ജോലി മാറ്റം സാധ്യതയാണ്. നിലവിലെ ജോലി കരുതലോടെ വേണം ഉപേക്ഷിക്കാൻ. ദൂരദിക്കിൽ ജോലി ചെയ്യുന്നവർക്ക് അടുത്ത പ്രദേശത്തേക്ക് സ്ഥലം മാറ്റം
പ്രതീക്ഷിക്കാം. വിവാഹം നടക്കും, മക്കളുടെ വിദ്യാഭ്യാസം, ഭാഗ്യാനുഭവങ്ങൾ എന്നിവ തടസ്സപ്പെടുത്തില്ല.